സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ വിഷയങ്ങൾ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉപാസനത്തിലെ ആരാധനയുടെ യോഗ്യതയാൽ, ഉപാസന നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ യോഗ്യതയാൽ മക്കളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസ പകർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം, സഭയിൽ 2 തരം രീതിശാസ്ത്രങ്ങളുണ്ട്. ഒന്ന് ആശയ ദൈവവിജ്ഞാനീയം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ആശയപരമായിട്ടുള്ള താത്വികമായിട്ടുള്ള പഠനങ്ങളും ആലോചനകളും ധ്യാനങ്ങളും മനനധ്യാനങ്ങളും അങ്ങനെ പോകും. അത് റിലിജൻ ഓഫ് ഇൻ്റലക്ച്വൽസ് ആണ്, ഇൻ്റലക്ച്വൽസിൻ്റെ ഒരു മതമാണ്. പക്ഷേ സഭയിൽ 99% ലേമനാണ്. സാധാരണ മനുഷ്യരുടെ ദൈവാനുഭവമാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. അത് അനുഭവ ദൈവവിജ്ഞാനീയമാണ്. ആ ശാഖ അനുഭവ ദൈവവിജ്ഞാനീയം. ഈ അനുഭവ ദൈവവിജ്ഞാനീയത്തിലെ പ്രയോഗപരതയ്ക്കാണ് പ്രാധാന്യം. ഉടമ്പടിയിലെ പ്രയോഗപരതയ്ക്ക് കുറേ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട്. ഉടമ്പടി കാശുരൂപം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം. ഇത് ഇവിടുന്ന് തരുന്ന നേർച്ച വസ്തുക്കൾ ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാണ് അത് പ്രാർത്ഥിച്ച് പവർ ഇൻകൾക്കേറ്റ് ചെയ്യണത്. നിങ്ങൾ പവർ റിലീസ് ചെയ്യണതുണ്ട്. നമുക്ക് ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് പവർ ഇൻകൾക്കേഷൻ, പവർ റിലീസിങ്ങിൻ്റെ 2 രീതിയിലാണ്. പവർ റിലീസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ദാനങ്ങൾ വാക്കായി ശക്തിയായി വചനത്തിൽ ചേർത്തിരിക്കുകയാണ് ദൈവം. എല്ലാത്തിൻ്റെയും ഇപ്പം നമുക്ക് നൽകണത്, ദൈവം നൽകണത് വാഗ്ദാനമായിട്ടാണ്. എല്ലാ വചനങ്ങളും ദൈവവചനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരു ദാനം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മൾ വാക്കിൻ്റെ ഉള്ളിലെ ദാനം, വാഗ്ദാനം എന്ന് പറയണത്. ഇംഗ്ലീഷിൽ നമ്മൾ പ്രോമിസ് എന്ന് പറയും, സെക്കുലറായിട്ട് പ്രോമിസ് എന്ന് പറയും. ഈ വാഗ്ദാനങ്ങൾ മനുഷ്യന്മാർ ചെയ്യണത്, ഈ വാഗ്ദാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ അനുഭവ തലം എന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുകയാണ്. വാഗ്ദാനം പ്രാപിക്കുകയാണ്. വാക്കിൻ്റെ ഉള്ളിൽ പ്രൈം ആയിട്ടുള്ള ഒരു ദാനമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എല്ലാ വാക്കിലും ക്രിസ്തു ശക്തിയായിട്ടുണ്ട്. ഈ ക്രിസ്തുവിനെ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ 4 മാർഗങ്ങൾ ഉപയോഗിക്കും. ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് പ്രത്യാശ, പിന്നെ ദൈവസ്നേഹം, പിന്നെ ഭയങ്കര ടഫ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വിഷയമാണെങ്കിൽ നമ്മൾ സമർപ്പണം ഉപയോഗിക്കും. ക്രിസ്തുവൊക്കെ അവസാനം ഉപയോഗിച്ച സമർപ്പണമാണ്. മരണത്തിൻ്റെ മുഖത്ത് ഇനി ഭൗതികമായി റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് കണ്ട സമയത്ത് ഈശോ പറഞ്ഞു, ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയും. അത് സമർപ്പണം. 4-മത്തത് വിശ്വാസ ജീവിതത്തിൻ്റെ 4-മത്തെ മുറയാണത്. ഇതിലെല്ലാം കൂടി വരണത് ഈ വിശ്വാസത്തിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോൾ, പ്രത്യാശ പ്രഖ്യാപിക്കുമ്പോൾ, ദൈവസ്നേഹം പ്രഖ്യാപിക്കുമ്പോൾ, സമർപ്പണം പ്രഖ്യാപിക്കുമ്പോൾ, അതെല്ലാം ഒരു മെത്തേഡാണ്. എന്തിനാണ്? ഈ വാഗ്ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ. പ്രോമിസ് എന്ന വാക്കിന് പോലും ലത്തീനിൽ പ്രമിത്തരെ എന്നാണ് പറയുന്നത്. പ്രമിത്തരെ, ദാറ്റ് മീൻസ് ടു പുൾ ഔട്ട്, പുറത്തെടുക്കുക. ഉടമ്പടി വാഗ്ദാനങ്ങളെ പുറത്തെടുക്കുന്ന പദ്ധതി പ്രയോഗമാണ്. വാഗ്ദാനങ്ങളെ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് മരിയൻ മെത്തേഡാണ്.
എന്താണ്? ചൊല്ലുകയല്ല, ചെയ്യുക. അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം ചെയ്യുന്ന വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്താലും വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം, പിന്നെ ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറയുന്ന അമ്മയുടെ സമർപ്പണം വേണം. അത് മരിയനാണ് ഈ സമർപ്പണം ശരിക്കും ഒരു പൂത്തൊലഞ്ഞ് നിൽക്കുന്നത്. അത് സന്തോഷത്തോടെയുള്ള സമർപ്പണം. ഇപ്പോൾ സങ്കീർത്തനം തന്നെ, സങ്കീർത്തനം 130 ഒന്ന് 5 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പം വാഗ്ദാനത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കണത് എന്താണ്? പ്രത്യാശയാണ്. അവിടുത്തെ അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രത്യാശ മാത്രമല്ല, അത് ഓൾഡ് ടെസ്റ്റമെൻ്റ് കാലഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ കാലഘട്ടം വരുമ്പോൾ വിശ്വാസവും പ്രത്യാശയുടെ അപ്പുറത്ത് ക്രിസ്തു സ്നേഹത്തെ പ്രതിഷ്ഠിക്കും, അല്ലേ? എന്ത് ക്രിസ്തു പറയും? പുതിയ നിയമത്തിൻ്റെ കാലം വരുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ലക്ഷ്യമായാലും ഉടമ്പടിയുടെ ലക്ഷ്യമായാലും ഈ വാഗ്ദാനം പുറത്തെടുത്ത് വാഗ്ദാനം പ്രാപിക്കുന്ന ലക്ഷ്യമായാലും എന്തായിരിക്കണം? അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിനേക്കാൾ നിങ്ങൾ ഉയരണം. വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം ആധ്യാത്മികമായിട്ട് മറ്റ് പുണ്യങ്ങളോളം ഒരു പവറില്ലാത്തതാണ് വിശ്വാസത്തിന്. കാര്യം വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതികളെ അധികം മാനിക്കത്തില്ല. ഞാൻ വിശ്വസിച്ചു, എന്നെ രക്ഷിക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സഫറിങ് കണ്ടൻ്റ് ഉണ്ടെങ്കിൽ വിശ്വാസം അത് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ സ്നേഹമാണെങ്കിൽ സകലതും ക്ഷമിക്കും. അതിൻ്റെ ഇടയ്ക്ക് ക്ഷമയുടെ എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ സ്നേഹം അത് അക്സെപ്റ്റ് ചെയ്യും. 1 Corinthians 13:7. Take the word of God. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 Corinthians 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അപ്പം സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞ 1 Corinthians 13:7 സങ്കീർത്തനം 30:5 കണക്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ സകലതും വിശ്വസിക്കുന്ന, സകലതും പ്രത്യാശിക്കുന്ന സ്നേഹത്തെയാണ് നമ്മൾ ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. യു ഗോട്ട് ദ പോയിന്റ്? ക്ലിയർ അല്ലേ? ഇതെല്ലാക്കുറിച്ച് വളരെ കൃത്യമായ കാര്യം. ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടിയുടെ കാലം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് കാലമല്ല ശരിക്കും. ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ നോക്കിയ കൃപാസനത്തിൽ വന്നറിയാം. അതായത് ഉടമ്പടിയിലിരിക്കുന്ന 60% പേരും ഹൈലി എഡ്യൂക്കേറ്റഡാണ്, ഡിഗ്രി ഉള്ളവർ ആണ്. പക്ഷേ അവർക്കുള്ള അഡൽട്ട് കാറ്റഗറിസമാണ് ഞാനീ പറയണത്. അവർക്കുണ്ടാകുന്ന കാറ്റഗറിസം, അവർക്ക് അതിനെക്കുറിച്ച് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്കത് റീസണബിളായിട്ട് തോന്നും. അപ്പം നിങ്ങളതിൻ്റെ അകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സ്നേഹത്തിൽ വളരണം. സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? സകലതും ക്ഷമിക്കുന്നു, അതുപോലെ തന്നെ സകലതും സഹിക്കുന്നു, എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഈ അതിജീവനം എന്ന് പറയണത് സ്നേഹത്തിൻ്റെ ഒരു അഭിഷേക ഫലമാണ്. സ്നേഹം അഭിഷേകമായി കഴിയുമ്പോൾ എല്ലാ പുണ്യങ്ങൾക്കും ഒരു അറിവിൻ്റെ തലമുണ്ട്, ഒരു അഭിഷേക തലമുണ്ട്. ആ പുണ്യത്തിലിങ്ങനെ പുരോഗമിച്ച് കഴിയുമ്പോൾ അഭിഷേക തലം വരും. അഭിഷേക തലമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിജീവനം വരും. എല്ലാത്തിനെയും അതിജീവിക്കും സ്നേഹം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയുടെ വാഗ്ദാനങ്ങള് പ്രാപിക്കുന്നതിനായി എല്ലാത്തിനെയും അതിജീവിക്കുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഈ പാട്ട് തന്നെ ഇനി അതിനടുത്ത സ്റ്റാൻസ പാടിക്കൊണ്ടിരിക്കും.
ഇത് അഭിഷേകമാകുന്നവരെ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്, നിങ്ങൾ ഉടമ്പടിയിൽ നേർച്ച വസ്തുക്കളുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ബിബ്ലിക്കലാണ്. ഉടമ്പടി പ്രകാരം ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഭൗതിക മാധ്യമങ്ങളാണ് ഉപ്പ്, പിന്നെന്താണ്, തൈലം. ഉടമ്പടി കാശുരൂപ ജ്ഞാപകമായിട്ട് ഉടമ്പടി നെറ്റിക്കണിഞ്ഞത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നു, കഴുത്തിൽ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യണത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. ബൈബിൾ ഇവരും പ്രവർത്തിക്കുന്നത് അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ്. കപ്പാസിറ്റി ഒരു പ്രോബ്ലമാണ്. ആധ്യാത്മിക ജീവിതം നിങ്ങളെ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കണം. യോഹന്നാൻ 1:12 ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, അതന്നെ ഒന്ന് പറഞ്ഞ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പൊ കഴിവെന്നും പറഞ്ഞ കപ്പാസിറ്റി, എബിലിറ്റി ഉണ്ട്. ഈ എബിലിറ്റി ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഞായറാഴ്ചത്തെ എബിലിറ്റി പോരാ, തിങ്കളാഴ്ച ഇത് വളരണം. ഇത് വളർന്നില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? സ്റ്റാറ്റിക്കായിട്ടുള്ള അവസ്ഥയില്ല, പിന്നെ കോട്ടമാണുള്ളത്. വളർന്നില്ലെങ്കിൽ തളർച്ചയുള്ളത്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ള ഒരു കേവലം നിലനിൽപ്പില്ല. വളർച്ച എന്ന് പറഞ്ഞു പോയാൽ പിന്നെന്താണ്? വളർന്നില്ലെങ്കിൽ പിന്നെന്താണ്? പിന്നെ മുരടിപ്പെന്നാണ് പറയണത്, അല്ലേ? അത് തളർച്ചയാണ്. വളരാത്തൊരു വസ്തു എന്താണ്? മുരടിച്ച് നിൽക്കണമെന്ന് പറയും. എന്നുവെച്ചാൽ അത് തളർച്ചയാണ്. അപ്പോൾ ഇത് മുന്നോട്ടായി നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഉടമ്പടിയിലൂടെ. അല്ലാതെ ഇന്ന് കുറച്ച് പ്രാർത്ഥിച്ച് നാളെ 2 കല്യാണത്തിൽ പോയി ബിരിയാണി ഇടിച്ചിട്ട് വെള്ളം ഒടിച്ച് പിന്നെ അടുത്ത ആഴ്ച പോയി കുമ്പസാരിച്ച് പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഉടായിപ്പാണെന്ന് ദൈവത്തിന് നിങ്ങൾക്ക് പറ്റേണ്ട ഒരു അബദ്ധം എന്താണെന്നറിയാമോ? ദൈവത്തെ പൊട്ടം കളിച്ചിട്ട് ആക്കിയിട്ട് സ്വന്തമായിട്ട് പൊട്ടനാവും. നിങ്ങൾ ഉടമ്പടിയെ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കുറേ ആൾക്കാർ പെട്ടെന്ന് ദൈവം ഇടപെടാൻ തുടങ്ങുന്നത്? ഉടമ്പടി എടുക്കുക, അവർ വന്നിട്ടില്ല ഇവിടെ, ആലപ്പുഴ കണ്ടിട്ടില്ല. ആലപ്പുഴ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. അതായത് നിങ്ങളെ സത്യസന്ധരാണെങ്കിൽ ദൈവം ഏത് മാർഗം ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരെ ദൂരെ ഉള്ളവരാണ്, അവർക്ക് ഇവിടെ വരണം. പക്ഷേ ആലപ്പുഴ കണ്ടിട്ടില്ല, അവർ ആലപ്പുഴ വന്നിട്ടില്ല. ഇപ്പം ആലപ്പുഴ വന്നിട്ട് അവരെങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ ചോദിച്ചവർക്കൊന്നും അറിയാൻ പാടില്ല. ഇവിടുത്തെ ഇപ്പം മുഴുവൻ നാട്ടിൽ മുഴുവൻ ബംഗാളികളല്ലേ, ആരോടും ചോദിക്കാനില്ലല്ലോ. നമുക്ക് മലയാളിയെല്ലാം പോയില്ലേ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് വഴി ചോദിക്കാൻ പോലും ഇപ്പോൾ നാട്ടിൽ ആളില്ലാത്ത അവസ്ഥയായി. അതുപോട്ടെ. അപ്പോൾ എന്ത് സംഭവം? അവർ ചോദിച്ചവരാരും അവരോട് കൃത്യമായിട്ട് കാര്യം പറഞ്ഞില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ യൂട്യൂബിൽ കാണുന്ന അതേ തിരമാല മേഘം, കൃപാസനത്തിൻ്റെ മേഘം, മാതാവിൻ്റെ മേഘം ആകാശത്ത് കാണുന്നു. അപ്പോൾ ഇവളോട് മനസ്സിൽ പറയുന്നുണ്ട്, നീ ആ മേഘത്തെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, തിരമാല മേഘത്തെ. ഉടനെ ഈ സ്ത്രീ തിരമാല മേഘത്തെ ചേട്ടാ, ഇത് മാതാവിൻ്റെ മേഘമാണ്, നമുക്കിതിൻ്റെ കൂടെ പോകാമെന്ന് പറയും. നമ്മൾ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ കാലഘട്ടത്തിൽ കിഴക്ക് കർത്താവിൻ്റെ നക്ഷത്രം, ഉണ്ണീശോയുടെ നക്ഷത്രം കണ്ടതുപോലെ ഇവരുടെ കൂടെ ഈ മേഘം തിരിച്ചു പോരും. അവർ പറയണം, ഞങ്ങൾ ഈ മേഘത്തിൻ്റെ കൂടെ പോകുന്നു. മേഘം എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കിയിട്ട് പോകുന്നു. ഇവിടെ വന്നപ്പോൾ മേഘം നിന്നെന്ന്, പിന്നെ മേഘം കാണാനില്ലെന്ന്. അത് വിശ്വാസം. ദൈവം എന്തറ്റകൈ ചെയ്യും. നമുക്ക് ഉടമ്പടി ലോകത്തേക്ക് ഉടമ്പടി ലോകത്തിന് വേണ്ടി ദൈവം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതാണ്. മാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തകാലത്ത് ദൈവിക പദ്ധതിയായിട്ട് ഉടമ്പടി ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ്. ഇനി ദൈവം ഇതിനോട് സത്യസന്ധത കാണിക്കുന്നത് ആരാണ്? അവരോടെല്ലാം ദൈവത്തിൻ്റെ തനിനിറം കാണും. ദൈവം എന്ത് ചെയ്യാൻ തയ്യാറാവും? അവരോടെ കൊണ്ടുവന്നാക്കി അവർ സാക്ഷ്യം പറയുമ്പോഴല്ലേ നമ്മളറിയണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. സാക്ഷ്യം പറയുമ്പോഴാണ് നമ്മൾ അറിയണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് ബൈബിളിൽ മാത്രമല്ല, ബൈബിളിൽ നടക്കുന്നതിനേക്കാൾ, അതായത് നമ്മൾക്കിതിൻ്റെ ജ്ഞാനസൂത്രങ്ങൾ അറിയണം. ഉടമ്പടിയുടെ ഒരു നോ ഹൗ അറിഞ്ഞു കഴിഞ്ഞാൽ, അതനുസരിച്ച് ഷാർപ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഹെവി ഡ്യൂട്ടി ചെയ്യാൻ പറ്റും. ഹെവി ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഹെവി ഡ്യൂട്ടി ചെയ്യണ എന്ത് സംഭവമാണ്? JCB ആണ് ഹെവി ഡ്യൂട്ടി ചെയ്യണം അല്ലേ? തെങ്ങൊക്കെ പണ്ട് ആനയെ കൊണ്ടുവന്ന് നമ്മൾ തെങ്ങ് പറപ്പിക്കുമായിരുന്നു. ഇപ്പം JCB അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി പറിച്ച് കൃത്യമായിട്ട് എടുത്തു. 1 മണിക്കൂറോട് പണിയെല്ലാം കഴിയും. ഹെവി ഡ്യൂട്ടി എന്ന് പറയും അതിനെ. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ്. നിൻ്റെ ഡ്യൂട്ടി നിലവിലുള്ള പ്രാർത്ഥനാക്രമങ്ങൾ കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ പുൾ ഔട്ട് ചെയ്യാനുള്ള മാർഗം ഉടമ്പടിയാണ്. അതാണ് ഞാൻ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരിക്കലും ഞാൻ ഈ അമ്പലപ്പുഴ ഇടവകയിരിക്കുന്നു. അമ്പലപ്പുഴ സെൻറ് തോമസ് പള്ളി. അപ്പം ഞാനവിടെ ഒരു 6 കൊല്ലം ഇരുന്നു. 6 കൊല്ലം ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വർഗീസ് എന്ന് പറഞ്ഞ സഹോദരൻ, അവിടുത്തെ ഗ്രിഗോറിയസ് പള്ളിയിലെ സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം അമ്പലപ്പുഴ ഹോസ്പിറ്റലിൽ വന്ന കുഞ്ഞിനെയും കൊണ്ട്. കുഞ്ഞിനെന്തോ ഒക്കെ അമീബിക്കായിട്ടുള്ള എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ വന്നു. കുഞ്ഞിനെ അസുഖം തീരണില്ല. അപ്പോൾ അവർക്ക് പരിചയമുള്ള, ഈ വർഗീസ് സാറിന് പരിചയമുള്ള ഒരു സിസ്റ്ററുണ്ട്, പീഡിയാട്രിഷ്യൻ. അപ്പോൾ എന്താ വർഗീസ് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സിസ്റ്റർ ആകപ്പാടെ കുഴപ്പത്തിലാണ് എന്ന് പറയും. പുള്ളി കോൺട്രാക്ട് പണി ചെയ്യണ ആളാണ്, റോഡുണ്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് 2 JCB ഉണ്ട്. 2006 2 JCB ഉണ്ട്. അപ്പം അന്ന് കുട്ടനാടൻ വികസനം സ്വാമിനാഥൻ പ്രോജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് അവിടെ അന്ന് നാട്ടിൽ നമ്മൾ ഇതുപോലെ JCB ഇല്ല. അങ്ങേർക്ക് മാത്രമേ 2 എണ്ണം ഉള്ളൂ. വളരെ ഈ ജില്ലയിൽ തന്നെ JCB ഇല്ലായിരുന്ന ഒരു കാലമാണത്, 2005. അപ്പോൾ ഇദ്ദേഹത്തിന് 2 JCB 1 എണ്ണം കുട്ടനാടൻ പ്രോജക്റ്റ് ചെയ്ത സമയത്ത് അവിടെ AC കനാലിൽ വീണ് ചെള്ളയെ കൊണ്ടുപോയി. നിങ്ങൾക്കറിയാമല്ലോ, JCB വീണ് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് JCB പൊക്കാൻ? JCB എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇരുമ്പ് വീല് തന്നെ ഏതാണ്ട് 2000-6000 ഒക്കെ ടണ്ണ് ഭാരമുള്ള സാധനമാണ്. ഇത് ചെള്ളേപ്പുണ്ട്. ഇവർ ചെയ്യാവുന്ന പരിപാടി എല്ലാം ചെയ്ത് ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ടും ഖലാസികളെ കൊണ്ടുവന്നിട്ടും JCB പൊങ്ങണില്ല. അപ്പോൾ അതുകൊണ്ട് വർക്ക് നടക്കണില്ല. ഇനി അത് കിട്ടുമോയെന്ന് തന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ജെസ്സി അമ്മ ഇപ്പോഴും ഉണ്ട് അവിടെ. അവർ പറഞ്ഞ് അച്ഛനെ ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ വർഗീസ് അതിൻ്റെ വന്ന് എൻ്റെ പറഞ്ഞ അച്ഛാ ഇങ്ങനെയൊരു സംഭവമുണ്ട്, JCB ചെള്ളേപ്പുണ്ട്, പൊങ്ങണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെയുള്ള കേട്ട് കഴിഞ്ഞാലോ ഒന്നും അയ്യോ അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയത്തില്ല. ഞാൻ അകത്ത് തന്നെ അപ്പം തന്നെ പോയിട്ട് ഒരു കുരിശുരൂപം എടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് അതിൻ്റെ അകത്ത് എംപവർ ചെയ്യുന്ന പ്രേയറുണ്ട്, പ്രത്യേക പ്രേയറുണ്ട്. ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രേയർ ചൊല്ലിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇനി ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താ? ഇദ്ദേഹം നമ്മൾ കൊടുക്കുമ്പോൾ ഓർക്കേണ്ട വിഷയം, ആ കൊടുക്കുന്ന സെക്കൻഡ് പാർട്ട്, കൗണ്ടർ പാർട്ട് നല്ല എബിലിറ്റി, കഴിവുള്ള ആളായിരിക്കണം. കഴിവെന്ന് പറയുന്നത് വിശ്വാസത്തിൽ. ഇപ്പം നിങ്ങൾ ഉടമ്പടി കാശിന് കൊണ്ടുപോയി 10 പേര് കൊണ്ടുപോയാൽ ഒരാളല്ലേ ഉടമ്പടി കാശിന് സാക്ഷ്യം പറയുന്നുള്ളൂ, അല്ലെങ്കിൽ 2 പേര് പറയാമായിരിക്കും. 8 പേര് അത് ഉപയോഗിക്കാൻ അർഹരല്ല. അവർക്കറിയത്തില്ല അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ അത് ഇൻകൾക്കേറ്റ് ചെയ്ത പവർ റിലീസ് ചെയ്യണം. പ്രൊമിത്തറെ അങ്ങനെയാണല്ലേ, റിലീസ് ചെയ്യണമെങ്കിൽ ആ പവർ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിം പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. സെയിം പ്രിൻസിപ്പിൾ എന്താണ്? എന്ത് പവറല്ല, എന്തിലാണ് അതിൻ്റെ എന്ത് ഫോർമുലയാണ് എൻ്റെ പവർ ഇൻകൾക്കേറ്റ് ചെയ്യണത്? നിങ്ങളുടെ ഉടമ്പടി ഉപ്പിലായാലും ഉടമ്പടി കാശുരൂപത്തിലായാലും ഉടമ്പടി തൈലത്തിലായാലും പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 Corinthians 1:24 പവർ. 1 Corinthians 1:24. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അതാണ്. അപ്പോൾ 1 Corinthians 1:24 ഇൻകൾക്കേറ്റ് ചെയ്യണത് ഇതിൻ്റെ അകത്ത്. അതെങ്ങനെയാണ്? അതാരാണ്? ക്രിസ്തുവാണ്. വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ആരാണ്? ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയുമാണ്. ഈ നമ്മൾക്കറിയാമല്ലേ, തീർത്ഥാടന ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടി നിറച്ച വസ്തുക്കളില്ല, വെർച്വൽ ഉടമ്പടി നിറച്ച വസ്തുക്കളില്ല. നിറച്ച വസ്തുക്കളുള്ള എന്തിനാണ്? തീർത്ഥാടന ഉടമ്പടിക്കേ ഉള്ളൂ. തീർത്ഥാടന ഉടമ്പടിയിൽ കൊടുത്തിരിക്കുന്ന ഈ പവർ, ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന പവർ ക്രിസ്തു അതെന്ത് തത്വത്തിലാണ് ചെയ്തിരിക്കുന്നത്? അത് റോമ 10:9 അനുസരിച്ചാണ്. റോമ 10:9 എന്താ? ക്രിസ്തുവിനെ പ്രാപിക്കാൻ, പവർ പ്രാപിക്കാൻ വേണ്ടി അവിടെ ഒരു ഫോർമുല പറയുന്നുണ്ട്.
റോമ 10:9. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ആകയാൽ പറഞ്ഞേ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ ആണ് പ്രാപിക്കേണ്ടത് അല്ലേ? നമുക്ക് പ്രാപിക്കേണ്ടത് എന്താണ്? രക്ഷ. രക്ഷ എന്ന് പറഞ്ഞത് ആരാ? ക്രിസ്തു. 2:30 എടുത്ത് ലുക്ക 2:30. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ലൂക്ക 2:30. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ശെമയോൻ ദീർഘദർശിയുടെ കയ്യിൽ ഈശോനെ അമ്മമാതാവ് കൊടുക്കുമ്പോഴാണ് ശെമയോൻ ഇത് പറയണത്. അമ്മമാതാവ് ഈശോനെ കൊടുക്കുമ്പോൾ ഈശോ ആരാണ്? കത്തോലിക്കന് മാത്രമുള്ളതല്ല, CSIക്കാരനും പെന്തക്കോസുകാരനും മാത്രമുള്ളതല്ല, മുസ്ലിംസിന് മാത്രമുള്ളതല്ല, ഹിന്ദുസിന് മാത്രമുള്ളതല്ല, എല്ലാ പാർസികൾക്കും ചൈനക്കാർക്കും എല്ലാം വേണ്ടിയുള്ളതാണ്. സകല മനുഷ്യർക്ക് പറഞ്ഞ് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ശെമയോൻ കണ്ട സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു ബൈ സബ്സ്റ്റൻസ് എസൻസ് ആരാണ്? 1 കൊരിന്ത്യസ് 1:24 എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദാറ്റ് ഇസ് തിയറി, സിദ്ധാന്തം. എന്നുവെച്ചാൽ ക്രിസ്തുവിനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ, സങ്കീർത്തനം 32:8. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ ക്രിസ്തു ആരാണെന്നാ പറഞ്ഞത്? 1 കൊരിന്ത്യസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? തിയറി, ആശയം. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി, പ്രയോഗം. ഒരു തിയറി ഒരു പ്രാക്ടിക്കൽ ഉണ്ടാണെങ്കിൽ എന്ത് വേണം? ആദ്യം എന്ത് വേണം? തിയറി വേണം. ക്രിസ്തു ഒരേ സമയം തന്നെ ആരൊക്കെയാണ്? തിയറിയുമാണ്, പ്രാക്ടിക്കലുമാണ്. ക്രിസ്തു എന്ന ശക്തിയെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അതുകൊണ്ടാണ് ക്രിസ്തു വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറയണത്. സമാധാന പ്രഭു, ശക്തനായ പിതാവ് എന്നൊക്കെ പറയും. അതായത് ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ നടക്കേണ്ട വഴി നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തോന്നിക്കുന്നതിന് വേണ്ടിയാണ് ആലോചനയുടെ ആത്മാവിനെ തരണത്. നമ്മുടെ കൂടെയുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഇഫക്റ്റീവ് ആക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വിശ്വസിക്കുന്നവർക്കും അനുദപിക്കുന്നവർക്കും ലുക്ക 2:17 അനുസരിച്ച് നടപടി 2:17 2:30 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2:17 പ്രവർത്തനങ്ങൾ 2:17 ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപം. സഹോദരങ്ങളെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38 അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ അരൂപി നമ്മളിൽ ആക്ടിവേറ്റ് ആക്കുന്നതും ക്രിസ്തുവിന്റെ ശക്തിയുടെ വ്യത്യസ്തങ്ങളായ വരദാനങ്ങളെ അനുഭവവേദ്യമാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷത്തെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് സുവിശേഷത്തെ വിശ്വസിക്കുക. അതൊക്കെ മുമ്പ് എന്താ ചെയ്യേണ്ടത്?
വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അനുതാപം വരേണ്ടത്. അപ്പോൾ മർക്കോസ് 1:15 അതേസമയം തന്നെ നടപടി 2:38 ദൈവം മുന്നോട്ട് വെക്കുന്ന പ്രൈമറി കണ്ടീഷൻ അനുതാപമാണ്. അനുതാപത്തിലൂടെ ക്രിസ്തുവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു, അനുതാപത്തിലൂടെ ആത്മാവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു, അഭിഷേകത്തോടെ ദൈവത്തിൻ്റെ കൈയും കാലുമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിളി ലഭിക്കുന്നു. ശ്രുതികട്ടെ. തീർത്ഥാടന ഉടമ്പടിയിലെ വിശ്വാസ പ്രയോഗങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ പ്രയോഗത്തിന് നമുക്ക് എന്തുണ്ട്? ഒത്തിരിയേറെ ഉണ്ട്. നീലത്തിരിയുണ്ട്, പച്ചത്തിരിയുണ്ട്, പിന്നെന്താണ്? ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട്, പിന്നെന്താ ഉള്ളത്? ഉടമ്പടി തൈലമുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ റിച്വൽ പോലെ അനുഷ്ഠാനം പോലെ കാട്ടിക്കൂട്ടുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ചിലർക്കിത് ഫലമില്ലാതെ പോണത്. ഫലമുണ്ടാകാം, പക്ഷേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം, ഇതിൻ്റെ ഫലം ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞ JCBയുടെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ആ പവർ ഇൻകൾക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങളൊന്നും ചെയ്യേണ്ട, JCB ഏത് ചള്ളയൊക്കെ കൊണ്ട് പുണ്ട് കിടന്നാലും ശരി, ഈ കുരിശ് അതിനെ കെട്ടുക, വിശ്വാസ പ്രമാണം കെട്ടുമ്പോൾ ചെല്ലണം, കെട്ടിക്കഴിഞ്ഞ് ചെല്ലണം, എന്നിട്ട് നിങ്ങൾ വരിക്കാൻ പറയും. അപ്പോൾ ആ മനുഷ്യർക്ക് എളുപ്പം ജീവിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ സബ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ഹൈവേയുടെ. അതായത് ഈ വിശ്വാസ പ്രമാണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ, അല്ലേ? ഇല്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളൗട്ട്, വാഗ്ദാനം പുള്ളൗട്ട് ചെയ്യുന്ന ഫോർമുലയാണത്. നമുക്കറിയാമല്ല, ക്രിസ്തു എല്ലാത്തിനകത്തും വേണ്ടത് ഓരോ വിഷയത്തിനും ഓരോ തരം ശക്തിയാണ് വേണ്ടത്. അപ്പം ആ ശക്തി എല്ലാം കൂടിയാണ് ക്രിസ്തു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. ക്രിസ്തു കൊളോസ്യസ് 3:11 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതാണ് സംഭവം. ക്രിസ്തു എന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പിശാച് എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കൊണ്ടുവന്നിട്ട് നിത്യരക്ഷ പറഞ്ഞിട്ട് മരണം കഴിഞ്ഞ് മാത്രം പ്രാപിക്കേണ്ട എന്തോ ഒരു സംഭവമായിട്ട് റെഡ്യൂസ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവിടെ ക്രിസ്തുവിനെ സ്വീകരിച്ച ക്രിസ്ത്യാനിയും കുറിച്ചിട്ടുകൊണ്ട് വെള്ളം ഒടിച്ചു നടക്കുകയാണ് വെളിവില്ലാതെ. സി വാട്ട് ഇസ് ഹാപ്പൻ? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ക്രിസ്തുവിന് നമ്മൾ പ്രവേശിപ്പിച്ചിട്ടില്ല. പക്ഷേ ബൈബിളിൽ നൽകുന്ന ക്രിസ്തു ആരാണ്? കൊളോസ്യസ് 3:11 എന്താണത്? ഏറ്റു പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം എല്ലാമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഐഹികമുണ്ട്, പാരത്രികമുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ക്രിസ്തു അത് കൈകാര്യം ചെയ്യും. ഞാനിവിടെ എന്താ പറഞ്ഞിരിക്കണേ, നിങ്ങൾ JCB റോപ്പ് കെട്ടിയിട്ട്, ഇരുമ്പ് റോപ്പാ കുരിശുരൂപം കെട്ടിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കെട്ടണം. വിശ്വാസപ്രമാണം ചൊല്ലി കെട്ടുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ടാബാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ടാബ്ലറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ മീൻ എണ്ണ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു മീനിന് എക്സ്ട്രാ അതിൻ്റെ വിറ്റാമിൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് മീൻ ഗുളിക ഉണ്ടാക്കണത്. ഇതുപോലെ ആത്മീയ വിറ്റാമിൻ്റെ എല്ലാം മീൻ ഗുളിക പോലെയുള്ള ഒരു ഗുളികയാണ്, ക്യാപ്സൂളാണ് വിശ്വാസ പ്രമാണം. അതിനകത്ത് ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കണത് എന്താണ്? എന്താ ചെയ്തിരിക്കണത്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയും. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണതും എന്ന് പറഞ്ഞ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തില് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോഴ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കുന്നു. അപ്പൊ അതാണ് ഫോർമുല. അതാണ് എന്താണ്? യേശു കർത്താവാണെന്ന് നമ്മൾ അതരം കൊണ്ട് ഏറ്റു പറയണം. അതാണ് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറയണത്. വിശ്വാസ പ്രമാണം മൊത്തം ചെല്ലുമ്പോൾ അതിൻ്റെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവാണ്. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചൊന്ന് ഉയർപ്പിച്ചു. അതിന് ചരിത്രമാണത്. ചരിത്രം എന്ന് പറയാൻ കാര്യം എന്താണ്? ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം. പന്തിയോസ് പൈലാത്തോസിൻ്റെ കാലത്തെന്ന് പറയും, കന്യാമറിയത്തിൽ നിന്ന് ശരീരം ധരിച്ചെന്ന് പറയും. അപ്പം ചരിത്രത്തിലൊരു വ്യക്തിയായി പറഞ്ഞ ദൈവത്തെയാണ് വിശ്വാസ പ്രമാണം അവതരിപ്പിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ലിങ്കിങ്ങും ലൂപ്പിങ്ങും വരുന്ന രണ്ട് വചനങ്ങൾ തമ്മിലാണ്. എന്താണ് പറഞ്ഞത്? അതായത് കൊളോസ്യസ് 3:11 എന്താണത്? ക്രിസ്തു എല്ലാമാണ്.
അതിൻ്റെ തൽഭവവും തത്സമവും തന്നെയാണ് എന്ത്? ക്രിസ്തു കർത്താവാണെന്നുള്ളത്. റോമ 10:9. അപ്പോൾ റോമ 10:9 ക്രിസ്തു കർത്താവാണെന്ന് പറയണത് നമ്മൾ പറയാതെ പറയണത് ക്രിസ്തു എല്ലാത്തിൻ്റെയും കർത്താവാണ്. അടുത്ത വചനം എന്താണ്? ദൈവം മരിച്ചവർ ഉയർപ്പിച്ച കൊണ്ട് അവൻ ജീവന്റെയും കർത്താവാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കർത്താവ്. JCB ചെള്ളെ പൂണ്ടാലും മനുഷ്യൻ പരാജയപ്പെട്ടാലും അതിനെ തിരിച്ചെടുക്കുന്ന ശക്തിയും യേശുവിൻ്റെതാണ്. കാര്യം എന്താണ്? ലോകത്തിലെ ബലാബലങ്ങളെല്ലാം സൃഷ്ടിച്ച, ബലനിയമങ്ങൾ സൃഷ്ടിച്ച കർത്താവാണ് ബലനിയമങ്ങളുടെയും കർത്താവ്. അങ്ങനെയാണത് സഞ്ചരിക്കണത്. അപ്പോൾ എന്താ ചെയ്യിക്കണത്? അത് നമ്മൾ പ്രഖ്യാപിക്കണം, അതിരം കൊണ്ട് പ്രഖ്യാപിക്കണം, ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിനാണ് വിശ്വാസ പ്രമാണമെന്ന് പറയണത്. വിശ്വാസ പ്രമാണം ചൊല്ലി ചില മുട്ടയെന്ന് ചെല്ലും, ചില വിശ്വസിച്ച് ചെല്ലും. പക്ഷെ അതിൻ്റെ കണ്ടൻറ്റ് വൈസ് എല്ലാം കറക്റ്റായിരിക്കണം. അല്ലാതെ വിജയപ്രമാണികളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അമ്മാമ്മമാർ പരില്ലാതെ ചൊല്ലി ബോധമില്ലാതെ പറയണമല്ല. അത് കുടുംബപ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ മനസ്സിലാകും. കുടുംബപ്രാർത്ഥനയൊക്കെ വിശ്വാസപ്രമാണം ചെല്ലാൻ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇതൊന്നും വിശ്വാസമില്ല, ചുമ്മാ ഞാനാണ് കർത്താവെങ്കിൽ പുറകെ വന്ന് തിരക്കിട്ട് അടിക്കുകയുള്ളൂ പിടിച്ച്. എന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അതിൻ്റെ അർഹിക്കുന്നൊരു പവറുണ്ട്. അത് നമ്മുടെ അധരത്തിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ വേര് ഹൃദയത്തിലുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കണത്? പവറ് ഈ പവറ് നമുക്കറിയാമല്ലോ. 1 Corinthians 1:24 ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. ഈ ശക്തിയാണ് നമ്മളിതിന് ഉപയോഗിക്കണത് വിശ്വാസ പ്രമാണത്തിലൂടെ. 1 പ്രാവശ്യം വരച്ചുള്ളൂ വർഗീസിൻ്റെ ആൾക്കാർ, 2 പ്രാവശ്യം വരച്ചില്ല. JCB കരക്ക് വന്ന് ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രയോഗമാണ് ഈ പ്രശ്നം. നിങ്ങളുടെ കയ്യിരിക്കുന്ന നേർച്ച വസ്തുക്കളെ ഇതുപോലെ തന്നെ പവറിങ്കൽക്കര് ചെയ്തതാണ്. എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ച് അതിന് പ്രത്യേക പ്രാർത്ഥനാ വിധി അനുസരിച്ച് ആണെൻ്റെ പവർ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ പല്ല് തേക്കാതെ പുട്ടും കടലും അടിക്കണ കുറേ കമ്പനിക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. ഉടമ്പടി ചെയ്യും, കുമ്പസാരമില്ല. ഉടമ്പടി ചെയ്യും, കുടുംബപ്രാർത്ഥനയില്ല. ഉടമ്പടി ചെയ്യും, പരസ്പരം ക്ഷമിക്കത്തില്ല. ഉടമ്പടി ചെയ്യും, അവിടെ IELTS, അവിടെ കാനഡയിൽ പോക്ക്, അവിടെ PR, അവിടെ വസ്തു വിൽപ്പന. ഇത് മാത്രം ജ്വരം. ഇതാണ് പല്ല് തേക്കാതെ പുട്ടും കടലും അടിക്കണ പാർട്ടി. അപ്പോൾ അത് ദൈവം സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഉടമ്പടിയോട് സത്യസന്ധരായിരിക്കണം. നിങ്ങൾ സത്യസന്ധരായിരുന്ന ദൈവത്തിനൊരു കുഴപ്പമുണ്ടേ. ഈ കമ്പ്യൂട്ടർ പോലെയാണ്. ദൈവം സത്യമായത് കാരണം ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും ഷട്ട് ഡൗൺ ആയി പോകും. സത്യം എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ഐ ആം ദ ട്രൂത്ത് ആൻഡ് ദ വേ ആൻഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഈ കർത്താവ് സത്യമാണെന്ന് പറയുമ്പോൾ എനിക്ക് പേടി വരും. എന്താ കാര്യം? അവിടെ വേജമില്ലെന്ന് വ്യാഖ്യാനിക്കപ്പെടും. സത്യത്തിൽ വേജത്തിനും ഭയത്തിനും സ്ഥാനമില്ല. അപ്പം സത്യത്തെ സ്നേഹം കൊണ്ട് അനുഭവിച്ച ആളാണ് യോഹന്നാൻ. യോഹന്നാൻ പറയും സത്യത്തിൽ കളങ്കമില്ല എന്ന് പറയും. അപ്പം നമ്മൾ കളങ്കത്തോടെയാണ് സത്യത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കണം. കുമ്പസാരം എന്ന കൂദാശ ഇല്ലാത്തവരെ നിങ്ങൾ മനസ്സാക്ഷിയിൽ വിശുദ്ധി പാലിക്കണമെന്നാണ് ബൈബിൾ പറയണത്. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന്, ഡേഞ്ചർ സോണിൽ നിന്ന് മാറണം. പൗലോസ് അപ്പോസ്തലൻ പറയും നിയമം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിയമം തന്നെ, അവരുടെ മനസ്സാക്ഷി തന്നെയാണ് അവരുടെ നിയമം. മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കണം. ഉടമ്പടിക്കാലത്ത് അക്രൈസ്തവർ അവിടെ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്താതെ ജീവിക്കണം. കാരണം നിങ്ങൾക്ക് ബേസിക്കായിട്ട് മനസ്സാക്ഷി ഉള്ളവരാണ്, എല്ലാ ജനങ്ങളെക്കാളും മനസ്സാക്ഷി ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അപ്ഗ്രേഡഡായി വരികയാണ്. അതുകൊണ്ടാണ് അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങൾ ഇടിമിന്നലാകണത്. മറ്റ് സാക്ഷ്യങ്ങളെ മിന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാൻ ശ്രീജി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം കേട്ടേ. നല്ല സാക്ഷ്യമാണ്. ശ്രീജിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജയും മക്കളും അമ്മയും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുക, ഒരു ട്രക്കിലോ ജീപ്പിലോ യാത്ര ചെയ്യുക, വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ഇതുമായിട്ട് ഇടിക്കും. നല്ല ഇടിയാണ്.
ശ്രീജയ്ക്ക് ബോധം വന്നപ്പോൾ 16 ദിവസം കഴിഞ്ഞാൽ ബോധം വന്ന്. ഇവിടെയെങ്കിലും എടുക്കാതെ അവിടെ എറണാകുളത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി പോയാണ് കിടന്ന് അവർ ചികിത്സിച്ചത്. ബോധം വന്ന് അപ്പോഴാണ് 16 ദിവസം കഴിഞ്ഞ്. 16 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല. അപ്പോഴാണ് അവർ അറിയണത് അമ്മ ആ അപകടത്തിൽ മരിച്ചു പോയെന്ന്. ആ സ്റ്റോറി ട്രാജഡിയാണ് ശരിക്കും. ഇവൾക്കാണെങ്കിൽ കാൽമുട്ട് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. പ്ലാസ്റ്റർ ഇട്ടിട്ടും നടക്കാനും പറ്റുന്നില്ല, മുട്ടിന് ഭയങ്കര വേദന. ഭർത്താവ് ലീവെടുത്ത് മസ്കറ്റിൽ നിന്ന് വന്ന് കൂടെ നിൽക്കണ്ടേ. പക്ഷേ സങ്കടകരമായ തകർച്ചയുള്ള ഒരു കുടുംബമാണ്. ഭർത്താവും കുറച്ച് നേരം നിന്ന് പിന്നെ അയാൾക്ക് ലീവ് കഴിഞ്ഞാൽ പിന്നെ പോയാൽ ഭക്ഷണം കഴിക്കണ്ടേ, ജോലിക്ക് പോകണ്ടേ. അപ്പം അങ്ങേര് പോയി. അങ്ങേര് പോയതോടുകൂടി ഇവർ പൊടിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ അമ്മയും പോയി. അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഏങ്ങലടിച്ച് ഉള്ളിൽ ഇങ്ങനെ തികട്ടി സങ്കടം വരും. ഒന്നും പറയാനോ ചോദിക്കാനോ. അമ്മമാർ നമുക്കറിയാമല്ലോ, അമ്മമാർ എന്ത് പൊട്ട ഉപദേശം കൊടുത്താലും പെമ്മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ അവരെ വഴി നടത്തുന്ന സംഭവമാണത്. അവർ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരുടെ അറിവ് കുറവുകൊണ്ട് ചിലപ്പോൾ തെറ്റ് പറഞ്ഞാൽ പോലും പെമ്മക്കൾ അത് പിടിച്ച് നിന്നോളും. ഇപ്പം ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഈ ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് അവൾക്ക് ചൊവ്വരയുള്ള ഒരു മോളാണ്. അവൾ +2 ആണ്. +2 കഴിഞ്ഞപ്പോൾ അവൾക്ക് കയാക്കിങ്, ഈ റോവിങ് കയലിൽ ബോട്ടോടിക്കണ, ഈ വള്ളം തുഴയണ, അതിൻ്റെ അകത്ത് സ്പോർട്സിൽ അവർക്ക് ഇത് കിട്ടി, സെലക്ഷൻ കിട്ടി. അപ്പോൾ അമ്മ പറയണ് സെലക്ഷൻ ഇവരുടെ ഇഷ്ടം കൊണ്ട് പോയി തുഴഞ്ഞതാണ്, സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം, കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ ഞങ്ങളുടെ നാട്ടിൽ തോട് പോയിട്ടൊരു കിണർ പോലും ഇല്ല. എല്ലാവരും കുഴക്കിണർ, വെള്ളം കണ്ടിട്ടില്ല ഇപ്പം കൊച്ചി. അപ്പം ഈ അങ്ങനെയുള്ള സംഭവം നോട്ട് ബൈ മെറിറ്റഡ് ആയില്ലേ ശരിക്കും പറഞ്ഞാൽ. ആ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റഡായി. കാര്യം വെള്ളം കാണാൻ സ്ഥലത്തുനിന്ന് വള്ളത്തിൽ തുഴയാനുള്ള കോമ്പറ്റീഷന് പോയിരിക്കുകയാണ് കക്ഷി. ഇപ്പം കക്ഷി അങ്ങനെ പോയി. അപ്പോഴെന്നിട്ട് ഇവളെന്ത് ചെയ്യില്ല, +2 കാരത്തില്ലേ, അവളെപ്പോഴും അമ്മയോട് പറയും, അമ്മ പറ ഞാൻ ജയിക്കുക. അപ്പോൾ അമ്മ പറയേ, അവൾ തോക്കും, അവൾ വെള്ളം കണ്ടിട്ടില്ല, പക്ഷെ അവൾ തോക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അവളെ തോറ്റുപോകും. ഞാൻ അവളോട് പറയും നീ ജയിക്കൂടി എന്ന് പറയും. അപ്പം എനിക്കത് മതി എന്ന് പറയും. അവൾ പറയും എനിക്ക് എന്താണ് അമ്മ പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് അത് നിങ്ങൾ അമ്മമാരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. മക്കളും നിങ്ങളും തമ്മിൽ ദൈവം കണക്കോട്ട് ബന്ധമാണ് ഒരു പരിധിവരെ എങ്കിലും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പെമ്മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ തകർച്ച വന്നെന്ന് പറഞ്ഞാൽ ദൈവം അമ്മമാരെ പ്രതിക്കൂട്ടത്തിലാകത്തുള്ളൂ. അതെപ്പോഴും ഓർത്തേക്കണം. അമ്മമാരുടെ റോള് ഭയങ്കരമാണ്, പ്രത്യേകിച്ച് പെമ്മക്കളുടെ കാര്യത്തിൽ. നിങ്ങൾക്ക് പെമ്മക്കളെക്കുറിച്ച് നന്മയുണ്ടായാലും ആദ്യം അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ ഗ്രേസ് വരത്തുള്ളൂ. ആദ്യം നിങ്ങൾ കൊടുത്ത നന്മയാണ് അവർക്കുണ്ടായെന്ന് പറയും. അപ്പം അത് എപ്പോഴും ഒരു സത്യമായ കാര്യമാണ്. പിന്നെ ഭർത്താക്കന്മാർ വരുമ്പോൾ അമ്മമാരുടെ അടുത്ത് നിന്ന് മാറും പെൺപിള്ളേർ. പക്ഷേ അപ്പോഴും പെൺപിള്ളേരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പെൺമക്കളുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്ത സ്നേഹമാണ്. അത് അവളെ കെട്ടിയാലും ശരി ആ സ്നേഹം നിലനിൽക്കും. മുമ്പത്തേക്കാൾ അമ്മയുടെ നിലനിൽക്കത്തില്ലെന്നല്ല, അപ്പൻ്റെ ഒരു സ്റ്റാറ്റിക്കായിട്ട് ആദ്യം ഉണ്ടായിരുന്ന തന്നെ അവസാനം ഉണ്ടാകും. നിങ്ങൾക്കൊരു ചെറുക്കം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം ഡൗൺ ആകും. ശരിക്കും ഞാൻ കണ്ടുവന്നിരിക്കണം. ഞാനിപ്പോൾ 21 ലക്ഷം ആൾക്കാരെയല്ലേ കൗൺസിൽ ചെയ്യണത്. അപ്പോൾ ഓരോ കാര്യം എല്ലാ ദിവസവും തന്നെയല്ലേ കേൾക്കണത്. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ആ സ്റ്റാറ്റസ് പറഞ്ഞതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ വരുമ്പോൾ ഇവൾ അവസാനം പുന്നമട കായലിൽ പോയി റോയിങ്ങിന് അവൾക്ക് സെലക്ഷൻ കിട്ടി. അവർ ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശിലൊക്കെ ഇട്ട് പോയാണ് അവർ സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ സെലക്ഷൻ കിട്ടിയെങ്കിലും അവൾക്കറിയാവില്ല ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 16, 18 വയസ്സ് 17 വയസ്സെന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എത്ര എക്സിക്യൂട്ട് ചെയ്താലും അതിൻ്റെ അകത്തൊരു കിളിന്ത് വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടാകും അതിൻ്റെ അകത്ത് എപ്പോഴായാലും. കാര്യം വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം ഓരോ പ്രോജക്റ്റ് എടുത്ത് അഗ്നിശോധന ചെയ്യണം. അഗ്നിശോധന ചെയ്ത വിശ്വാസത്തിനെയാണ് ബൈബിളിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് വിശ്വാസം എന്ന് പറയണത്.
അല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്തിട്ടുള്ള ടെർമോക്കോൾ ഫെയ്ത്ത് ഉണ്ട്. അതെന്താ, വീട്ടിൽ ഞാൻ കത്തോലിക്കനായിട്ട് ജനിച്ചു, കത്തോലിക്കനായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞുള്ള അതൊന്നും ദൈവം അംഗീകരിക്കണില്ല. നിങ്ങളോട് പറയും അത് ഇറ്റ്സ് ഓക്കെ, അതൊരു ടൈമുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ശോധന ചെയ്ത വിശ്വാസം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതാ വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പം. ദൈവം അതിൻ്റെ അകത്ത് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് സീലടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നോക്കണം അഗ്നിശോധനയെ അതിജീവിച്ചിരിക്കണം. നിങ്ങൾക്കറിയാമല്ല, ഉടമ്പടി കഴിഞ്ഞാൽ ചിലർ ഉടനെ തന്നെ ചില പോലീസ് സ്റ്റേഷനിൽ ചിലർ പോലീസുകാർക്ക് ചില ഇത് കിട്ടത്തില്ലേ, പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടും. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് സെലക്ഷൻ കിട്ടും. പക്ഷേ പിന്നെ അവരെ കാണത്തില്ല. പിന്നെ അവരെ കാണുമ്പോൾ ഇങ്ങനെ ഈ തലയൊക്കെ മൊട്ടടിച്ച് എല്ലും കോലുമായിട്ട് തന്നെ കാണാം. എന്താ കാര്യം? കാട്ടിലും മേട്ടിലും കൊണ്ടിട്ട് തുവക്കം പിടിച്ച് രാവിലെ 8 മൈലൊക്കെ ഓടിച്ച് ഒരു പരിവാക്കി കളയും. പട്ടാളക്കാരന് സെലക്ഷൻ കിട്ടിയല്ലേ ഉള്ളൂ. പിന്നെയാണ് ട്രെയിനിങ് ഉള്ളത്. ഉടമ്പടിയിലും ചില സമയത്ത് ചിലർക്ക് ഇത് സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കഴിയുമ്പോൾ തന്നെ ഒരു സെക്ഷൻ വരും. എന്തിൻ്റെ ടെസ്റ്റ് വരും. കാരണം നിങ്ങൾ ചുമ്മാ എല്ലാവരും ഉടമ്പടി ചെയ്യണേ, ഞാനായിട്ട് പിന്നെ കുത്തിരിക്കേണ്ട കാര്യമില്ല, ഞാനും പോയേക്കാം. നിങ്ങളുടെ വണ്ടിയെ സ്ഥലമുണ്ടോ, സീറ്റ് ഉണ്ടോയെന്ന് ചോദിക്കും. ഉടമ്പടിക്ക് ആകപ്പാടെ യോഗ്യത എന്താണ്? വണ്ടിയെ സീറ്റ് ഉണ്ടോയെന്ന് ചോദിക്കുന്നതാണ്. ഈ സീറ്റുകാർ കുറേ പേര് വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓർത്തേക്കാം, വണ്ടിയെ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉടമ്പടിക്കുള്ള യോഗ്യതയാണ് വണ്ടിയെ സീറ്റ് ഉണ്ടോയെന്ന്. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ തന്നെ അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറയും. ഉടമ്പടിയല്ല, ദൈവം ഇത് ബയലാട്രൽ എഗ്രിമെൻ്റ് അല്ലേ. നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നിങ്ങൾ ഈ വായിത്തെ ദൈവത്തിനെ പോലും വിളിക്കാതെ പ്രാർത്ഥനയും ഇല്ല, പട്ടക്കാരനും ഇല്ല നടന്നേച്ചും ഇപ്പോൾ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ ദൈവത്തിനടുത്ത് വന്നാൽ ദൈവം നിങ്ങളെ കക്ഷിയാക്കണം. അത് ടെസ്റ്റ് അടിക്കാൻ പറയും. അത് നിങ്ങൾ ജെനുവിനാണെന്ന്, ആ ഫെയ്ത്ത് ജെനുവിനാണെന്ന് നോക്കാൻ പറയും. അതൊരു ടെസ്റ്റ് വരും. നിങ്ങൾ 4 കാലം വീണ് ഓടും. 10 പേർ ഉടമ്പടി എടുത്ത് 5 പേരെ നിലനിൽക്കത്തുള്ളൂ. കാര്യം എന്താ? ടെസ്റ്റാണ്. ദൈവം മണുത്ത് പോലും നോക്കത്തെ ഈ സാധനത്തിന്. അത് ഉടമ്പടിയാണ്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല, ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല. അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫെയ്ത്ത് ഞാൻ പോഴത്തരത്തിനും കാര്യം കാണാൻ വേണ്ടി എടുത്തതല്ല. എനിക്ക് പ്രധാനം എൻ്റെ നിയോഗം, എനിക്ക് ക്രിസ്തു തന്നെയാണ് നിയോഗം എന്ന് പറഞ്ഞുകൊണ്ട് വെയിലും മഴയും കൊണ്ട് ചില ആൾക്കാർ തന്തക്ക് വിളി കേട്ടാലും പത്രവും കൊണ്ട് നടക്കണം കാണാം. തന്തക്ക് വിളിച്ച് കിടക്കുമ്പോൾ ചേട്ടന് വേണ്ടല്ല, ചേട്ടൻ ഇതാ ഞാൻ അടുത്ത സ്ഥലത്ത് കൊടുക്കാമെന്ന് അവിടെ പോയിന്നുണ്ട് സ്വന്തം സാക്ഷ്യവും മറ്റുള്ള സാക്ഷിയൊക്കെ പറഞ്ഞുകൊണ്ട് ഉടമ്പടി കാശ്. ചില ആൾക്കാർ പത്രക്കാർ വേണോ വരെ രാവിലെ വേണോ എന്ന് എറിഞ്ഞിട്ട് പോകും. ചില വീട്ടിൽ ചിലർ പത്രം സാക്ഷ്യം പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ചേട്ടാ എൻ്റെ സാക്ഷ്യം ഇതാണ്, എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ്. അവരെതിര് പറയണവരോട് പറഞ്ഞ് മടക്കിയിട്ടാണ് ഇത് കൊടുക്കത്തുള്ളൂ. സുവിശേഷ വേറെ ചെയ്യും ടെസ്റ്റ്. അപ്പോൾ അങ്ങനെ സുവിശേഷ വേറെ ചെയ്താൽ ടെസ്റ്റ് കുറഞ്ഞു വരും. കാര്യം എന്താ? നിങ്ങൾ തന്നെ ആദ്യമേ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ അകത്ത് ഇൻവെസ്റ്റഡാണ്, എൻ്റെ ഫെയ്ത്ത് ഇൻവെസ്റ്റഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫെയ്ത്ത് എപ്പോഴും ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആക്ഷൻ ഇല്ല, ചുമ്മാ ചുണ്ടിൻ്റെ കളികൾ മാത്രമേ ഉള്ളെങ്കിൽ ദൈവം ടെസ്റ്റ് ചെയ്യും. ചിലക്ക് പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചെറിക്കൊണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരില്ലേ. ഞാൻ ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഒന്ന്, എനിക്കറിയാം ഇവർ വിശുദ്ധ പ്രവർത്തനം ചെയ്യത്തില്ല, ഇവർ സാക്ഷ്യം ആൾക്കാരോട് പറയത്തില്ല. ഇവിടെ സ്റ്റെപ്പേ കയറാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ പത്രം കൊണ്ട് കൊടുക്കുന്നത്? അതാണ് പ്രശ്നം. ഇവിടെ ഒരു സ്റ്റെപ്പേ കയറി മോളിൽ വന്ന് കഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് രോഗികളെ പോയി കാണുന്നതും ഓർഫണേജിൽ പോയി അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കണതും പൊതിച്ചോറ് കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കത്തില്ല. ഇവർ ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കാമെന്ന് പറഞ്ഞാൽ ഉടമ്പടിക്കുന്നത് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇതെല്ലാം വർക്ക് ഡൂയിങ് പ്രെയറാണിത്. അവൻ പറയണ പോലെ ചൊല്ലുകയല്ല, പിന്നെന്താണ്? ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സാക്ഷ്യം പറയിപ്പിക്കുമ്പോഴും യൂത്തിനെ കൊണ്ടാണ് ഒരു 50% യൂത്തിനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കത്തുള്ളൂ. 50 വയസ്സിന് മേലുള്ള ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇടിപെട്ടായിരിക്കണം അവരുടെ കാര്യം സാക്ഷ്യം. അത്ര ഇടിപെട്ടായിരിക്കണം സാക്ഷ്യം. കാര്യം ഇടിപെട്ട് സാക്ഷ്യം പറഞ്ഞവരുണ്ട്. 50 വയസ്സിന് മുകളിലുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഇടിപെട്ട് സാക്ഷ്യം പറയണത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യം നിങ്ങൾക്കറിയാമല്ലോ. ഇതിനകത്ത് നിങ്ങൾ ദൈവത്തോട് പറയേണ്ടത് ഞാൻ രോഗികളെ ശുശ്രൂഷിക്കാം എന്നല്ല പറയേണ്ടത്, ഞാൻ പത്രം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ
ഇതെല്ലാം ചെയ്യുകയും സാക്ഷ്യം പറയാമെന്ന് ആദ്യമേ പറയണം. ഇതിൻ്റെ സംഭവിക്കണം അവിടെയാണ്. സാക്ഷ്യമാണ്. ദൈവത്തിനെ മഹത്വപ്പെടുത്തിയിട്ട് മറ്റുള്ളവർ സുവിശേഷം അറിയണം, ക്രിസ്തുവിനെ അറിയണം. അത് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യണം. അല്ലാതെ ഞാൻ ഹെഡ് മിസ്ട്രസ്സാണ്, ഞാൻ ജില്ലാ കളക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അച്ഛനെ കാണാൻ പറ്റുമോ, വൈകുന്നേരം വന്ന് കാണുമോ, ആൾ ഒഴിയുമ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ പറയും. നടക്കത്തില്ല പറയും. നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം രഹസ്യത്തിൽ അടിച്ചു മാറ്റാൻ നോക്കണ്ട. ഞാനതിന് നിങ്ങളറിയാം, നിങ്ങളോട് ഞാനുമായിട്ട് നിങ്ങൾ യാതൊരു ഫൈനാൻസ് ഏർപ്പാടും ഇല്ല. കൃപാസനം ഞാനുമായിട്ട് ഫൈനാൻസ് ഏർപ്പാടൊന്നുമില്ല. ഞാനവിടുത്തെ കണക്ക് നോക്കാറ് പോലില്ല. അവസാനം ബിഷപ്പിന് കൊടുക്കാൻ നേരത്ത് കണക്ക് നോക്കിയിട്ട് ഒപ്പിടും കറക്റ്റാണെന്ന്. അത്രയേ ഉള്ളൂ. അവനവിടുത്തെ സമ്പത്തും ഞാനുമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ വല്ല ബന്ധമുണ്ടോ? ഞാനിവിടെ ആൾക്കാരെ നിൽക്കുന്നു, നിങ്ങൾ എന്നെ വന്ന് കാണുന്നു. നിങ്ങളുടെ വിഷയം എന്താ? ആ വിഷയത്തിന് ക്രിസ്തുവിനുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ക്രിസ്തുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം വേണം. അത് ഓക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആവും. ഇപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മകള് കയാക്കിങ്ങിന് മത്സരത്തിന് പോയില്ലേ. അപ്പോൾ അവൾ ഇവിടുന്ന് ജയിച്ചിട്ട് പിന്നെ അമൃത്സറിലാണ് പോണത്. അമൃത്സറിൽ പോകുമ്പോൾ തന്നെ ഇവരെ കൊണ്ടുപോകണ ലോക്കൽ ട്രെയിനിനാണ് കൊണ്ടുപോകണത്. അപ്പോൾ തന്നെ ഇവളുടെ ഭക്ഷണമൊക്കെ മോശമായി. അവിടെ ചെന്നപ്പോൾ ക്ഷീണമായി. അമൃത്സറിൽ ചെന്നപ്പോൾ നല്ല മഞ്ഞ്. അവിടെ എല്ലാം ഉറപ്പ്, അമ്മയ്ക്ക് ഉടമ്പടി മാത്രമേ ഉറപ്പുള്ളൂ. ഇവളെ ഈ പുന്നമടക്കായലാണ് ആദ്യമായിട്ട് വെള്ളമായിട്ട് കണ്ടിരിക്കുന്നത്. അവിടെ ട്രെയിനിങ്ങിന് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരായിട്ടാണ് നാഷണൽ മത്സരിക്കുന്നത്. ഇത് ദേശീയ മത്സരമാണ്. ദേശീയ മത്സരത്തിന് ഈ ആൾക്കാർക്കുള്ള ക്വാളിറ്റി എന്താ? നമ്മൾക്കറിഞ്ഞ അമൃത്സറിലെ ക്ലൈമറ്റുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. നമ്മുടെ മൂന്നാറിനേക്കാളും തണുപ്പുള്ള കാലത്തേക്കാളും അത് താഴെയാണ്. ഇവർ ചൊവ്വര ക്ലൈമറ്റിൽ ജീവിച്ച ആൾക്കാരാണ്. ആലുവയിൽ അതൊരു മീഡിയം ക്ലൈമറ്റാണ്. അമൃത്സറിൽ ചെന്നപ്പോൾ ഇവർക്ക് ഇറങ്ങാൻ പറ്റണില്ല. ക്ലൈമറ്റ് നല്ല തണുപ്പ്. അപ്പോൾ തന്നെ പനിയായി. ബോഡി റെസ്റ്റ് ചെയ്യുമില്ല തണുപ്പിനോട്. അപ്പോൾ പനിയാവും. പനിയായോടുകൂടി ചുമയായി. അവൾ നിലയം പിടിച്ചുകൊണ്ട് അമ്മയോട് വിളിക്കും, അമ്മേ ഒന്നും നടക്കത്തില്ല. കാര്യം എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം പനി പിടിച്ചിരിക്കുകയാണ്, ഛർദിയായി. എനിക്കും പനിയുണ്ട്, ഛർദിയില്ലെന്നേ ഉള്ളൂ. ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി. അമ്മ പറ ഞാൻ ജയിക്കുക. അതാണ് സാധനം. അതാണ് പിന്നെ അവൾ പറയുന്നത്, അമ്മ പറ ഞാൻ ജയിക്കുക. ഉടനെ അമ്മ പറയും നീ ജയിക്കും. എന്തുറപ്പിലാണ്? എന്ത് മെരിറ്റാണുള്ളത്? ഒരു മെരിറ്റേ ഉള്ളൂ. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലുള്ള ദൈവത്തിൻ്റെ കൃപയിൽ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. മകളെ നീ ജയിക്കുമെന്ന് പറയും. എന്നിട്ട് ഈ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ, മാതാവേ എൻ്റെ മകൾക്ക് ഒരു യോഗ്യതയുമില്ല, അത് എന്നേക്കാൾ നല്ലവണ്ണം നിനക്കറിയാം. പക്ഷെ കുഞ്ഞാണത്, അതുകൊണ്ട് അത് ഇപ്പം തോക്കരുതത്. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒരു മെഡൽ എന്തെങ്കിലും കൊടുത്തു വിടണമെന്ന് പറയും. അവൾക്ക് സ്വർണ്ണ മെഡലിനും വെള്ളി മെഡലിനും ഉള്ള അർഹതയില്ലെന്ന് എനിക്കറിയാം. എന്നാലും കുഞ്ഞ് ആശിച്ചു പോയതല്ലേ, ഒരു മെഡൽ കൊടുത്തു വിടണമെന്ന്. അപ്പോഴേ തമിഴ്നാട്ടുകാരൊക്കെ നമുക്ക് നമ്മളെക്കാളും നമ്മുടെ MSc സ്റ്റുഡൻറ്റും തമിഴ്നാട്ടിൻ്റെ 8ാം ക്ലാസ്സുകാരും തമ്മിൽ നിന്നാൽ കലിബറായിട്ട് മുട്ടുമുട്ടി നിൽക്കും. കാര്യം അവർക്ക് ജന്മന ഒരു ദ്രാവിഡ ശക്തിയുണ്ട് അവരിലുള്ള. നമുക്കറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ സീതാരാമനെ കണ്ടില്ലേ, ഇടിച്ചു പൊളിക്കണമായിട്ടില്ല അവിടെ. അവരുടെ കഴിവിൽ നിന്ന്, അവരുടെ ഉള്ളിൽ നിന്നൊരു സാധനമുണ്ട് അവർക്ക്, ദ്രവീഡിയൻ ശക്തി. ആ ദ്രവീഡിയൻ ശക്തി വർക്ക് ചെയ്യുമ്പോൾ സ്പോർട്സിൽ എല്ലായിടത്തും അവർ കയറുന്നുണ്ട്. നമ്മുടെ യൂറോപ്പിലൊക്കെ എല്ലാം ചെല്ലുമ്പോൾ തമിഴൻസാണ് പലപ്പോഴും മലയാളീസ് ത്രെട്ടായിട്ട് വരുന്നത്. അവരുടെ കഴിവ് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട്. ഇനി പഞ്ചാബീസുണ്ട്. ഗോതമ്പ്, നമ്മൾ അരിയാഹാരം കഴിച്ചല്ലേ നമ്മൾ സ്റ്റാമിന പോയത്. ഗോതമ്പ് മാത്രം തരുന്നവർക്ക്, ഡാൾ മാത്രം തരുന്നവർക്ക് ബംഗാളിക്ക് എന്നാ സ്റ്റാമിനയാ. ഈ കെട്ടിടമൊക്കെ എല്ലാം പണിതിരിക്കുന്നവരാണ്. എന്തൊരു ഇരുമ്പും തുള വെച്ചിട്ട് പോണത് കാണാം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അവിടെ തുഴയാൻ വന്നിട്ടുണ്ട്. പമ്പാ നദിയിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ച ആൾക്കാർ. അവിടുത്താണ് ഈ പുന്നമടക്കായലിലെ പാർട്ടി ആലപ്പുഴ മാത്രം വന്ന് കണ്ട ആൾ ചെല്ലണത്. നിങ്ങൾ ഉടമ്പടി നോട്ട് ബൈ മെറിറ്റ് കാണണം. അതിൻ്റെ അത് ഞാൻ പറയണതിൻ്റെ കാരണം, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലും കർത്താവുണ്ട്. കർത്താവ് എന്താ? കർത്താവ് എല്ലാമാണ്. അതാണ് സംഭവം, അതെല്ലാമാണ്. ഇവളെ ഉടമ്പടി കാശ്വതി മുറുക്കി പിടിച്ച് വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ട് ഇവൾ തുഴയും, കണ്ടും പിടി തുഴയും. ഒരു പ്രാവശ്യം ഇവൾ നോക്കുമ്പോൾ പറയാണ്, ഇവളുടെ ഈ പങ്കായം തിരിഞ്ഞു പോയി. എന്നിട്ട് ഇവർ മടക്കിക്കൊണ്ട്, ഇവർക്ക് ആവതില്ല, മടക്കി തിരിച്ച് കൊണ്ടുവന്ന് അവസാനം ഫിനിഷ് ചെയ്യുമ്പോഴുണ്ട് ഇവർ തേർഡായിട്ട് ഫിനിഷ് ചെയ്യും. അപ്പോൾ
അവളുടെ അമ്മ മാതാവിനോട് ചോദിച്ച ഒരു മെഡല്, ഒരു ബ്രാസ് മെഡല്, വെങ്കല മെഡല് കൊടുത്തു വിടും. അതെന്താ? അമ്മ മാത്രം ചെയ്തിരിക്കണ ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഒരു യോഗ്യതയും അവൾക്കില്ലെന്ന് ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായില്ലേ? പക്ഷേ അമ്മയാണ്. നിങ്ങൾക്ക് ആ വിശ്വാസവും അതനുസരിച്ചുള്ള ഉടമ്പടി ഉണ്ടെങ്കിൽ ദൈവം അതിനോട് വിശ്വസ്തനായിരിക്കും. എൻ്റെ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണത്? ഈ വിശ്വസ്തത എന്നും പറഞ്ഞ് പ്രോമിസിന് ഫിഡലിറ്റിയാണ് വേണ്ടത്. നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഫിഡലിറ്റി പോകും. ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ആരംഭശൂരത്വമാണ് ഉടമ്പടി. പത്രം കൊടുക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കളികളി. രണ്ടാമത്തെ ആഴ്ചയിൽ പിന്നെ ഫിഡലിറ്റി പോകും. മൂന്നാമത്തെ ആഴ്ചയിൽ കൂട്ടുകാർ എനിക്ക് ഏറ്റവും വേണ്ടത് നിങ്ങളെ മുഴുവൻ തകർത്ത് കളയണത് ഒരു ബന്ധമില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുന്ന കക്ഷികളില്ലേ, അവർക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ നിങ്ങളെ ഈ ഉടമ്പടി നിങ്ങൾ 4 ദിവസവും 40 ദിവസവും എടുത്ത പവറ് ഈ ബന്ധമില്ലാത്ത ലോക അരുവി ജീവിക്കുന്ന നിങ്ങളുള്ള ഒരു ഫ്രണ്ടിനെ ഒറ്റ ഫോൺ വിളി നശിപ്പിക്കാൻ പറ്റും, ഡാമേജ് ചെയ്യാൻ പറ്റും. അപ്പം ബിവെയർ ഓഫ് ഡോഗ്സ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം. അവർ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ആത്മീയമാണെങ്കിൽ അതിനെ കൗണ്ടറാക്ട് ചെയ്യാനുള്ള പവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. നിങ്ങൾ കൗണ്ടറാക്ട് ചെയ്തിരിക്കണം, അല്ലാതെ മിണ്ടാണ്ടിരിക്കരുത്. അവർ കത്തിക്കയറി ഉടമ്പടി ആനയെ കൂടെ കള്ളത്തടം എന്നൊക്കെ പറയും പിശാച് പറയുമ്പോൾ നിങ്ങൾ എടുത്തടിച്ച് മറുപടി പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ എക്വിപ്ഡ് ആയിരിക്കണം. അതിനാണ് ഞങ്ങൾ ചവറ് പോലെ സാക്ഷ്യം ഇട്ടിരിക്കണത്. മനസ്സിലായില്ലേ? അപ്പോൾ അവരെ മറിക്കണം. നിങ്ങളെ മറിക്കാൻ വന്ന അവരെ നിങ്ങൾ മറിക്കണം. താത്വിക പ്രബോധനം അവസാനിപ്പിക്കുക, ആശയവാദങ്ങൾ അവസാനിപ്പിക്കുക, അനുഭവ ദൈവവിജ്ഞാനത്തിലേക്ക് വന്നിട്ട് ദൈവത്തിന് അടയാളങ്ങളിലൂടെ, ദൈവത്തിൻ്റെ സ്ഥിരീകരണം എപ്പോഴും അടയാളത്തിലാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുന്ന ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പറഞ്ഞ അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ദൈവത്തിന്റെ വചനത്തെ സ്ഥിരീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടയാളം വേണം. അടയാളം നഷ്ടപ്പെട്ട സഭ പിരിച്ചു വരേണ്ടി വരും. എന്താ കാര്യം? അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാര്യം ഈ സഭ വളർത്തിയതും അടയാളങ്ങളിലൂടെയാണ്. ഫ്രാൻസിസ് സേവർ ആയാലും അസീസി ആയാലും അപ്പോസ്തലന്മാരെല്ലാം അടയാളങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആശയവരട്ടവാദത്തിൽ ആ സഭ സ്നാനം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. ആ സഭ വളരത്തില്ല. യൂറോപ്പ് അന്യാധീനമായി കിടക്കണം കണ്ടില്ലേ? അടയാളം എത്രയോ കാലം മുമ്പേ അവിടുന്ന് പടിയിറങ്ങിപ്പോയതാ. എന്താണ്? ആശയവാദം. ആശയ ദൈവവിജ്ഞാനിയാണ് പകർത്തിയത്. എല്ലാ യൂണിവേഴ്സിറ്റികളും കുറേ കഴിയുമ്പോൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. പിന്നെ ആളെ പിടിക്കാൻ വേണ്ടി അവർ ചാക്കെടുത്ത് ഇറങ്ങേണ്ടി വരും. എന്താ കാര്യം? ആശയവാദത്തിൽ സഭ നിലനിൽക്കത്തില്ല. അതിനെന്ത് ചെയ്യണം? ജനങ്ങൾക്ക് അനുഭവം ഉണ്ടാകണം. അതിന് ബുദ്ധി അടിയറ വെച്ചുകൊണ്ട് വിശ്വാസം പ്രായോഗികമായിട്ട് പ്രയോഗിക്കാൻ കഴിയണം. ഇത് ജനങ്ങൾക്ക് ജീവിതാനുഭവം ഉണ്ടാകണം. ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അതാണ് ഉടമ്പടി ചെയ്യണത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടയാളങ്ങൾ കൊണ്ട് വിശ്വാസത്തെ സ്ഥിരീകരിക്കണമേ, വിശ്വാസത്തെ വളർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ പറഞ്ഞ ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ്. ഇപ്പം ശ്രീജയുടെ വിഷയം നമ്മൾ എടുത്തില്ലേ? ശ്രീജയുടെ വിഷയം ഹെവി ഡ്യൂട്ടിയാണ്. എന്താ കാര്യം? കൂടെ പോയിരുന്ന അമ്മ വണ്ടി ഇടിച്ച് മരിച്ചു. തീർന്നില്ല ജീവിതം. കുഞ്ഞുങ്ങൾക്ക് പരിക്ക്, അവളുടെ കാലൊടിഞ്ഞു. ഭർത്താവ് ലീവ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. അവൾ ആരുമില്ലാതെയായി, അവലംബമില്ലാതെയായി, സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക. ജീവിതം തീർന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക. ആരും ആശ്വസിപ്പിക്കാനില്ല. ആദ്യത്തെ ദിവസമൊക്കെ കുറേ ആൾക്കാർ വിളിക്കുക, ആശ്വസിപ്പിക്കുക ചെയ്യും. പിന്നെ ആരുമില്ല. അപ്പോൾ ശ്രീജയ്ക്ക് മനസ്സിൽ എന്തോ ഒരു നന്മ ഉണ്ടായി തോന്നിയത്. അതിനെന്താ പറയണത്? പണ്ട് ഇവള് ഇതിലെ കൂടി എറണാകുളത്ത് പോയപ്പോൾ ഇവിടെ ഇറങ്ങി
മാതാവിൻ്റെ മുമ്പിൽ ഒരു തിരി കത്തിച്ചിട്ടുണ്ട്. അപ്പം അമ്മ അത് കണ്ടിട്ടുണ്ട്. ഒരു തിരി കത്തിച്ചതിൻ്റെ ഒരു ബന്ധമുണ്ട് അവൾക്ക്. പക്ഷെ പിന്നെ അവളത് മറന്നു. കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് പോയി ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്ത് താമസിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അപകടത്തിലായിപ്പോയി. അപ്പോൾ ഇവൾ തീർന്ന തരിപ്പണമായി എല്ലാവരും ഇവളെ വിട്ടുപോയി, ആരും വിളിക്കാതെയായി, ഒടിഞ്ഞ കാലും നഷ്ടപ്പെട്ട അമ്മയും കണ്ണീർ കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ മനസ്സിൽ തോന്നി, കടപ്പുറത്ത് കുറേ പള്ളികളുണ്ടല്ല, തിരുവനന്തപുരം കഴക്കൂട്ടം കടപ്പുറത്ത് 5 തെങ്ങ് പള്ളിയുണ്ട്, സെൻറ്റ് ആൻഡ്രൂസ് ഉണ്ട്, വേളിയുണ്ട്, എല്ലായിടത്തും കൂറ്റം പള്ളികളാണ്, വെട്ടുകാടുണ്ട്. അപ്പോൾ ഒരു സ്കൂട്ടറും എടുത്തുകൊണ്ട് കറങ്ങാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ മൊബൈലിലോട്ട് ഈ കണ്ണീരിൻ്റെ കാലത്ത് ഇവളുടെ മൊബൈലിലോട്ട് കുറേ ധ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കത് കേൾക്കുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടായിട്ടൊരു ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ധ്യാനമൊക്കെ പള്ളികളിലെല്ലാം നടക്കണം വിചാരിച്ചുകൊണ്ട് ഇവൾ സ്കൂട്ടറും എടുത്തുകൊണ്ട് 5 തെങ്ങ് തൊട്ട് അങ്ങോട്ട് തെക്കോട്ട് പോവുകയാണ്. ഒരേ പള്ളിയിൽ പോയി അവസാനം ഒരു വെളി പള്ളി ചെന്നപ്പോൾ അവിടെ നിത്യാരാധന ഉണ്ട്. വെളിപ്പള്ളി നിത്യാരാധനയിടത്ത് വെറുതെ ഇരിക്കണം ശ്രീജ, സങ്കടപ്പെട്ട് കാല് ഒടിഞ്ഞ് പോകുന്നുണ്ട്, വേദനയുണ്ട്, വണ്ടിയൊക്കെ ഓടിക്കാം. അപ്പോൾ ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പോലാതെ നിൽക്കുകയാണ്. അപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു വലിയമ്മ ഒരു കൃപാസനം പത്രം കൊടുക്കും ശ്രീജയ്ക്ക്. എന്ന് പറയും, മകളെ നിൻ്റെ മുഖം കണ്ടിട്ട് ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നണം, നീ കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലേ, അമ്മ നിന്നെ ആശ്വസിപ്പിക്കും. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ആലപ്പുഴയാണ്. അപ്പോൾ പറയും ഇവളും, ഞാൻ പറയും ഞാൻ ആലപ്പുഴക്കാരത്തിയാണല്ലോ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞാൻ പണ്ട് തിരികെത്തിച്ച പള്ളിയാണെന്ന്. ഈ പള്ളി കാലുമായിട്ട് ഇവിടെ വരും. ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഇവൾ വന്നിട്ട് അറിയാതെ ഇവൾ മുട്ടുകുത്തും. വന്നേച്ച് അവിടെ ഇവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, വാതിക്ക വന്ന് മുട്ടുകുത്തും, അകത്തോട്ട് കയറി മുട്ടുകുത്തും. ആ സെക്കൻഡിൽ അമ്മ വേദന എടുത്ത് മാറ്റിക്കളയും. അതോടുകൂടി അവൾക്ക് മനസ്സിലായി ഞാൻ വന്നെത്തേണ്ട സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടുവന്നത്. ഒരു തിരിയുടെ നാളത്തിൻ്റെ കടമെങ്കിലും നിങ്ങൾക്ക് അമ്മയുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളെ സന്ധിച്ചിരിക്കാം. അതിനുശേഷം പിന്നെ വചനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി, ധ്യാനമെല്ലാം കൂടാൻ തുടങ്ങി. ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി അവൾ ഏനമ മറ്റിയ ഏനമിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, വാങ്ങിച്ചില്ല, അത് കാണാനില്ല, അതാണ് പ്രശ്നം. ഇപ്പം എന്നെ ദൈവം ഈ ചൈതന്യം പുനരുദ്ധരിക്കുകയല്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ ഏനമിൻ്റെ സർട്ടിഫിക്കറ്റ് തിരക്കി, അത് കിട്ടി. ഉടനെ ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടി. അവളൊരു പോസ്റ്റ് പി എസ് സിക്ക് പോയി, പോസ്റ്റ് പി എസ് സി പാസ്സായി. ആ സാക്ഷ്യം അവസാനിക്കണത് അവൾ യൂറോപ്പിലേക്ക് പോയി. ഇപ്പോഴും ഇത്രയും പെട്ടെന്ന കാര്യങ്ങൾ. അമ്മ ആ ഫയലെടുത്തിട്ട് അമ്മയുടെ കണ്ണടക്കെ വെച്ചിട്ടുണ്ട്, പച്ചക്കൊരു മഷിയങ്ങട് കുറച്ചിട്ട് ഒന്നും നോക്കാതെ ആ ഫയലെടുത്ത് അവളുടെ ജീവിതം തകർന്നു പോയ ഓരോ ഉടമ്പടിയും ഓരോ ജീവിതമാണ്. ഞാൻ ഉടമ്പടി പത്രം കൈയെടുക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു ജീവിതമാണ്. ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളച്ചീട്ടെ കുറച്ച് വരുമ്പോൾ ഞാൻ വെള്ളച്ചീട്ടിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത്, ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത്, ഞാൻ ആ ജീവിതമാണിത് എന്നും പറഞ്ഞാണ് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണത്. ഉടമ്പടി പത്രം ഒരു ഉടമ്പടി ജീവിതമാണ്, നമ്മുടെ ജീവിതമാണത്. അപ്പോൾ ആ ജീവിതം ശരിക്കും കെട്ടുപോയതായിരുന്നു. ആ ജീവിതം അമ്മ അത് കരിഞ്ഞു പോയതായിരുന്നു. ഇപ്പോഴത് മുളപ്പിച്ച് ചൈതന്യത്തെ പുനരുദ്ധരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രീജ പറയണം വേറൊരു കാര്യമുണ്ട്, അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതായത് ശ്രീജ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വേറൊരു വിഷയമുണ്ട്. അതായത് എന്താ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ എപ്പോഴും മൂർക്കം പാമ്പാ. ബെഡ് വെക്കുമ്പോൾ അതിൻ്റെ അവിടെ ഇരിക്കണ കാണാം, അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കണ കാണാം. അപ്പം ഇങ്ങനെ ചുറ്റോട് ചുറ്റും പറമ്പ് മുഴുവൻ പാമ്പാ. ഇവളെന്താ ചെയ്യുന്നറിയാം, ഉടമ്പടി എടുത്തിട്ട് ഉപ്പ്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്താണ് വിശ്വാസം പ്രയോഗിക്കണം. വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഉടമ്പ് മുഴുവനും ഇട്ട്. അപ്പോൾ ബാബാ സുരേഷ് 2 പ്രാവശ്യം വന്ന് മൂർഖന്മാരമ്പനെ പിടിച്ചോണ്ട് പോയി. ഉള്ളതിനല്ലേ പിടിച്ചോണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെയും ബാബാ സുരേഷ് പോകുമ്പോൾ പിന്നെയും പാമ്പ് വേറെ വരും. അതാണ് പ്രശ്നം. അത് പറയുന്നുണ്ട്. ബാബാ സുരേഷ് വന്ന് പാമ്പിനെ പിടിച്ചോണ്ട് പോയി, 2 എണ്ണത്തിനെ പിടിച്ചോണ്ട് പോയി, പിന്നെ അടുത്ത ആഴ്ച വേറെ പാമ്പ് വരും.
പാമ്പിനറിയാം ആ അവസരം പോയി പോയി നിൽക്കണം. അത് ഈ സാധനം പോകത്തില്ല. അപ്പോൾ ഇവക്ക് പരാജയപ്പെട്ടവള്. പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ച ഉപ്പ് കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും പാമ്പ് കയറിയിട്ടില്ല. പക്ഷെ അതല്ല പ്രശ്നം, ഇവൾക്ക് ഈ മനുഷ്യബുദ്ധി ഉണ്ടല്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞത് പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയി കാണുമെന്ന് കഴിഞ്ഞു. അല്ല, ഉടമ്പടി ഉപ്പും കാര്യമൊന്നും ആയിരിക്കത്തില്ല. പാമ്പിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ പാമ്പ് പോയി. എൻ്റെ അമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവന് പാമ്പ്. ഇവളപ്പം തന്നെ നോക്കി നിൽക്കുകയാണ്. ദൈവമേ, അപ്പം തന്നെ വിശ്വാസ പ്രമാണം ചെല്ല്. സാധനം പിന്നെയും വരാൻ തുടങ്ങിയ. അമ്മേ സോറി കേട്ടാ, അമ്മയാണത് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊരു പിടുത്തം കിട്ടില്ല. എനിക്ക് തോന്നിയത് സാധാരണ പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയതാണെന്ന് ഞാൻ വിചാരിച്ചത്. നോക്കിയപ്പോഴുണ്ട് ഈ ശ്രീജയുടെ വീടിൻ്റെ അതിർത്തി വരെ വരും പാമ്പ്. എന്നിട്ട് തന്നെ ചത്ത് മലന്ന് പോവാടെ ചോദിച്ചു. അപ്പോൾ അവൾ കണ്ട് അത് കൊല്ലാൻ വേണ്ടി ആളവിടെ നിൽക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു കൊടുത്തത്. നീ പറഞ്ഞ സമയമായപ്പോൾ പാമ്പ് പോയതല്ല, ഞാനവിടെ നിന്നിട്ടാണെന്ന്. അതാണ് ഉടമ്പടി മാതാവ്. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളുടെ രോഗങ്ങൾ ഒരു കൈ ഇടത് നെഞ്ചിലും ഒരു കൈ ശിരസിലുമാണ് വെക്കേണ്ടത്. ശരീരത്തിലെ മുഴുവൻ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവഹിക്കുന്ന സമയത്ത് ഭാഷാവരം കിട്ടുന്നവർ ഭാഷാവരം ശ്രദ്ധിക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ശിരസിൽ വീഴട്ടെ. നിങ്ങളുടെ സദ്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ സദ്യബന്ധങ്ങളുടെ രക്ത ഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. 38 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഇവിടെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീയവേദികൾ, ക്യാൻസർ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, പിസിഒഡി രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, എന്നെ നിറയണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇൻ്റർവ്യൂ, യാത്ര, ജപ്തി, കടങ്ങൾ, കടകൾ, വരുമാന മാർഗങ്ങൾ, അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ, വ്യാപാര വ്യവസായശാലകൾ, മക്കളില്ലാത്തവർ, ഗർഭത്തിൽ അസുഖമുള്ളവർ, കുഞ്ഞിന് അസുഖമുള്ളവർ, അങ്ങനെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, മക്കളില്ലാത്തവരെ, ഈശോയെ, ഗർഭത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഗർഭശിശുവിന് വിഷമങ്ങളുള്ളവർ, രോഗമുള്ളവർ, വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവർ, വിദേശത്ത് തിരിച്ചു പോരാൻ പറ്റാത്തവർ, കർത്താവ് തിരിച്ചു പോരാൻ പറ്റാത്തവർ, വിദേശത്ത് ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, കർത്താവ് പരീക്ഷ എഴുതിയവർ, കർത്താവ് പരീക്ഷ തോറ്റവർ, വീണ്ടും എഴുതാൻ റിവാലുവേഷൻ കൊടുത്തവർ, വീണ്ടും എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റ് പാസ്സായവർ, കർത്താവ് ഇൻ്റർവ്യൂ ടെസ്റ്റിന് ഒരുങ്ങുന്നവർ, കർത്താവ് വസ്തുവിൻ്റെ കടങ്ങൾ, വസ്തുവിൻ്റെ വിൽപ്പന, വസ്തുവിൻ്റെ വാസയോഗ്യമായ ഭവനമില്ലാത്തവർ, വസ്തുക്കൾ വിൽക്കാനുള്ളവർ, ഭവനങ്ങൾ വിൽക്കാനുള്ളവർ, കർത്താവ് കുഞ്ഞുങ്ങളുടെ പരീക്ഷ, അഡ്മിഷൻ,
യൂണിവേഴ്സിറ്റികളിലെ കുഞ്ഞുങ്ങൾ അഡ്മിഷൻ, അങ്ങനെ വ്യത്യസ്തമായ ജീവിത അവസ്ഥകളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തിയുടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ. നാഥാ വരണമേ, നാഥാ വരേണമേ എന്നിൽ നിറയണമേ. നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ടയിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ടയിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. 1 മിനിറ്റാണ് സമയം അതിൻ്റെ. സമാപന ആശീർവാദത്തിനായി ശിരസ് നമിക്കാം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ ഉടമ്പടി ആരാധനയിൽ ദൈവം നമ്മളോട് സംസാരിച്ചത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്, അവർ രക്ഷയ്ക്ക് കാരണമാകുമെന്നതും കൊളോസസിൻ്റെ 3:11 കർത്താവ് എല്ലാവരിലുമാണ് എല്ലാറ്റിലുമാണ് എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ പ്രബോധനങ്ങളുടെ അരുൾ ചെയ്ത്, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുവാനുള്ള, ഉടമ്പടിയിൽ നിലനിൽക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഉടമ്പടിയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നേർച്ച വസ്തുക്കളൊക്കെയും വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വസ്തതയുടെ ഉടമ്പടി പാലിച്ച് കർത്താവെ ഞങ്ങൾ പ്രയോഗിക്കുമ്പോഴെല്ലാം അടയാളങ്ങളിലൂടെ മർക്കോസിൻ്റെ 16:20 പറയുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസ പ്രബോധനങ്ങളെയും വിശ്വാസ ജീവിതത്തെയും കർത്താവെ അങ്ങ് സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉടമ്പടിയുടെ അഭിഷേകത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഈ ആരാധന ആശീർവാദത്തിനു വേണ്ടി നമുക്ക് ശിരസ് നമിക്കാം. പരിശുദ്ധ പരമമാ